എന്നാൽ ഈ സമയം രുദ്രയുടെ കയ്യിൽ കേക്ക് കട്ട് ചെയ്യാനുള്ള കത്തിയും നൽകിക്കൊണ്ട് അവൾക്കെല്ലാവരും ചേർന്ന് ആശംസകൾ കൈയടിച്ച് പാടാൻ തുടങ്ങി. രുദ്ര വേഗം കേക്ക് കട്ട് ചെയ്ത് ആദ്യം ആർക്ക് കൊടുക്കുമെന്ന് കരുതി നിന്നതും വൈഷു അവൾക്ക് നേരെ വാ തുറന്ന് കാണിച്ചു. രുദ്ര അവൾക്ക് കേക്ക് നൽകുമ്പോൾ തിരിച്ച് തൻ്റെ ഏട്ടത്തിക്കും അവൾ കേക്ക് നൽകി സന്തോഷം പങ്കുവച്ചു. പിന്നെ അങ്ങോട്ട് അപ്പു, മഞ്ജു, അമ്മു, ഋഷി എല്ലാവരും അവൾക്ക് കേക്ക് നൽകി. അവസാനം വിശാൽ അവൾക്ക് മുന്നിൽ വന്ന് കുറച്ച് കേക്ക് എടുത്ത് അവൾക്ക് നേരെ നീട്ടുമ്പോൾ അവൾ എല്ലാവരെയും നോക്കി. ഋഷി അത് വാങ്ങാൻ പറയുമ്പോൾ അവൾ കൈ നീട്ടി വാങ്ങി കഴിച്ചിരുന്നു. എന്നിട്ടും തൻ്റെ അടുത്ത് നിന്ന് പോകാതെ നിൽക്കുന്ന വിശാലിനെ അവളൊന്ന് നോക്കി. വിശാൽ, ഇന്നലെ എന്നോട് പറഞ്ഞത് എന്തായാലും ധൈര്യമായിട്ട് പറഞ്ഞു. കാരണം ഇത് പറയാൻ ഇതിലും നല്ലൊരു അവസരം എനിക്ക് കിട്ടിയെന്ന് വരില്ല. മാത്രമല്ല രുദ്രയുടെ മനസ്സിൽ എന്തെന്നും അറിയാലോ. അതിന് യെസ് എന്നായാലും നോ എന്നായാലും ഇന്നത്തോടെ ആ കാര്യത്തിനൊരു തീരുമാനവും അറിയാലോ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചോദിക്കാനൊരു ചമ്മൽ. ഇതിന് ചമ്മലിൻ്റെ ആവശ്യമില്ല ഏട്ടാ. ഞങ്ങളെ ഒന്നും ഏട്ടനാദ്യമായി കാണുന്നതല്ലല്ലോ. അപ്പോൾ പിന്നെ ഇന്നലെ ഋഷിയോട് പറഞ്ഞ കാര്യം ധൈര്യമായി തന്നെ ചോദിക്കാം. അപ്പോൾ അത് പറയുമ്പോൾ രുദ്ര ഒന്നും മനസ്സിലാവാതെ നിന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് പറയാനാ പറയുന്ന നിങ്ങളെല്ലാവരും? അതൊന്നുമില്ല രുദ്ര. ഈ നിൽക്കുന്ന വിശാലില്ലേ, ആൾക്ക് നിന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഋഷി രുദ്രയെ നോക്കി പറയുമ്പോൾ രുദ്രയെ പോലെ തന്നെ വൈശവും അത് കേട്ട് ഞെട്ടി. എന്നാൽ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന ബദ്രിയുടെ മുഖത്തെ ഭാവം മാത്രം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ബദ്രിയുടെ പിന്നിൽ നിന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന പ്രണവ് ഒന്ന് ചിരിച്ചുകൊണ്ട് ബദ്രി കേൾക്കാനായി പറഞ്ഞു. അപ്പോൾ ഇനി അളിയനെ വേറെ നോക്കണ്ട എനിക്ക്. കാരണം നല്ല കലക്കൻ അളിയനെ തന്നെ കിട്ടി. അത് പോലീസ്. കാണാനും സുന്ദരൻ. രുദ്രയ്ക്ക് നന്നായി ചേരും. എന്തായാലും ചിലരെ പോലെ എൻ്റെ പെങ്ങളെയിട്ട് കഷ്ടപ്പെടുത്താതെ പൊന്നുപോലെ നോക്കിക്കോളും. അതുറപ്പാ. അതുകൊണ്ടാണല്ലോ മനസ്സിൽ തോന്നിയ അവളോടുള്ള ഇഷ്ടം അവൾക്ക് വേണ്ടപ്പെട്ടവരോട് തന്നെ പറഞ്ഞത്. ഇപ്പോഴാണെങ്കിൽ നേരിട്ട് തന്നെ അവളോട് പറയാനും പോകുന്നു. എന്നാൽ ബദ്രി ഒന്നും മിണ്ടിയില്ല. പക്ഷെ അവൻ്റെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു. അത് പ്രണവ് കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാൻ നിന്നില്ല. കാരണം ചിലപ്പോൾ മുന്നിൽ കാണുന്ന കാഴ്ചകൾക്ക് തനിക്കിട്ടാവും സമ്മാനം തരിക എന്ന് തോന്നിയതും രണ്ടടി പിന്നിലേക്ക് അവൻ മാറി നിന്നു. വിശാൽ രുദ്രയെ നോക്കി പറഞ്ഞു, തന്നെ കണ്ട അന്ന് തൊട്ട് തോന്നിയ ഇഷ്ടമാണ്. പക്ഷെ അത് ഞാൻ തുറന്നു പറയുന്നതിന് മുൻപ് തന്നെ താൻ മറ്റൊരാൾക്ക് സ്വന്തമായി. ഇന്നലെ ഋഷി പറഞ്ഞു രുദ്രയും ബദ്രയും തമ്മിൽ ഡിവോഴ്സ് ആവാൻ പോകുന്നെന്ന്. എന്തായാലും എൻ്റെ ലൈഫിൽ ഒരു പെണ്ണ് വേണം. എന്തുകൊണ്ടും അത് രുദ്രയുടെ കൂടെയാവാമെന്ന് ചിന്തിച്ചു. അതും എനിക്ക് ആദ്യമായി ഇഷ്ടം തോന്നിയ പെൺകുട്ടി തന്നെ. അതെങ്ങനെ ശരിയാവും? ഇപ്പോൾ അതിന് എൻ്റെ ഏട്ടൻ്റെ വൈഫല്ലേ? വൈഷു വിശാലിനെ നോക്കി പറഞ്ഞു. ആ ഒരു ബന്ധത്തിന് കൂടിപ്പോയ ഒരു 6 മാസം കൂടെയല്ലേ നിലനിൽപ്പുള്ളൂ. അത് കഴിഞ്ഞ് ഇവരുടെ പഴയ രുദ്രയായി ഇവൾ മാറും. രുദ്രയ്ക്ക് സമ്മതമാണെങ്കിൽ അന്ന് ബദ്രിയുടെ താലിക്ക് പകരം എൻ്റെ താലി കഴുത്തിലുണ്ടാവും. അതൊരിക്കലും ബദ്രി ചെയ്തതുപോലെ പാതി വഴിയിൽ ഉപേക്ഷിക്കാനല്ല, മറിച്ച് എൻ്റെ ജീവൻ പോകുന്നത് വരെ ഇവളെ പൊന്നുപോലെ നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാ. വൈഷുവിന് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ പറയാൻ കഴിയാത്ത അവസ്ഥ. ഈ ഡിവോഴ്സ് എന്നത് രുദ്രയെയും ബദ്രയെയും ഒരുമിപ്പിക്കാനുള്ള ഡ്രാമയാണെന്ന് അവൾക്കും രുദ്രയ്ക്കും നന്നായി അറിയാം. എന്നാൽ അതേപറ്റി അറിയാത്തതുകൊണ്ട് അവരെല്ലാം സീരിയസ് ആയി എടുത്ത് രുദ്രയുടെ വിവാഹം വരെ എത്തിച്ചിരിക്കുന്നു. വൈഷു രുദ്രയെ നോക്കുമ്പോൾ രുദ്രയും ദയനീയമായി വൈഷുവിനെ ഒന്ന് നോക്കി. അതെ, ഏട്ടനെൻ്റെ ഏട്ടത്തിയെ ഇഷ്ടമായിരിക്കും എന്ന് കരുതി ഇപ്പോൾ തന്നെ മറുപടി തരണമെന്നുണ്ടോ? ഏട്ടത്തിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം കൊടുത്തൂടെ? ഒന്നുമില്ലെങ്കിലും ഒരു ജീവിതത്തിൻ്റെ കാര്യമല്ലേ? അത് വൈഷുമോള് പറഞ്ഞത് ശരിയാ. രുദ്രയ്ക്ക് ആലോചിക്കാൻ ടൈം വേണമെങ്കിൽ എത്ര വേണമെങ്കിലും എടുത്തോട്ടെ. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. എന്നാൽ അതുവരെയെങ്കിലും എന്നെ ഒരു നല്ല ഫ്രണ്ടായി കണ്ടു നോക്ക്. ഇനി അഥവാ എന്നെ ഇഷ്ടമല്ലെങ്കിൽ തന്നെ എന്നും ഞാൻ ആളുടെ നല്ല ഫ്രണ്ടായിരിക്കും. വിശാൽ അത് പറയുമ്പോൾ രുദ്ര വൈഷുവിനെ നോക്കി. വൈഷു രുദ്ര കേൾക്കാൻ മാത്രം അവളുടെ ചെവിയോരം പറഞ്ഞു, എന്തായാലും ഇങ്ങനെ കണ്ടിട്ട് ഏട്ടത്തിയെയും കൊണ്ടേ പോകൂ എന്ന ലക്ഷണമാണ് കാണുന്നേ. തൽക്കാലം ജസ്റ്റ് ഫ്രണ്ടായിട്ടല്ലേ, സമ്മതിച്ചേക്ക്. ഇല്ലെങ്കിൽ ഇന്ന് ഏട്ടത്തിക്കും എനിക്കും ഇവിടുന്ന് പോകാമെന്ന് കരുതണ്ട. എന്നാലും വൈഷുമോളെ, അത് ശരിയാവുമോ? തൽക്കാലം ഫ്രണ്ടായിട്ടിരിക്കാം എന്ന് പറ. ബാക്കി വീട്ടിൽ പോയിട്ട് പ്രണവേട്ടനെയും വിജിതേട്ടനെയും വിളിച്ച് ആലോചിക്കാം എന്തു വേണമെന്ന്. രുദ്ര, നീ എന്തിനാ മടിക്കുന്നത്? തൽക്കാലം നല്ല ഫ്രണ്ടായിരിക്കാം എന്നല്ലേ വിശാൽ പറയുന്നേ. നീ സമ്മതിക്ക്, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. അതതിൻ്റെ പേടി. വൈഷുരുദ്ര കേൾക്കാൻ മാത്രം പാകത്തിന് പറഞ്ഞു. എന്നാൽ പിന്നെ മടിക്കാതെ വിശാലേട്ടന് കൈ കൊടുത്ത് ഫ്രണ്ടാക്കിക്കോ രുദ്ര. അമ്മു അവളെ നോക്കി പറഞ്ഞു.
രുദ്ര പിന്നെ എല്ലാവരെയും ഒന്ന് നോക്കിയ ശേഷം വൈഷുവിനെ നോക്കി അവൾ ഒന്നുമില്ല, കൈ കൊടുത്തോ എന്ന് കണ്ണു കടച്ച് സമ്മതം പറഞ്ഞതും രുദ്രയ്ക്ക് നേരെ വിശാൽ നീട്ടിയ കൈയിലേക്ക് കരങ്ങൾ നീട്ടിയതും രുദ്രയുടെ കയ്യിൽ പിടി വീണിരുന്നു. രുദ്ര വേഗം തലയുയർത്തി നോക്കുമ്പോൾ തൻ്റെ കരങ്ങളിൽ പിടിമുറുക്കിയ ശേഷം ദേഷ്യത്തിൽ വിശാലിനെ നോക്കി നിൽക്കുന്ന ബദ്രി. രുദ്ര അവനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുമ്പോൾ വൈഷു കണ്ണു തിരുമ്മിക്കൊണ്ട് വീണ്ടും ഒന്നുകൂടെ നോക്കി. തൻ്റെ ഏട്ടത്തിയുടെ കയ്യിൽ പിടിച്ചു നിൽക്കുന്നത് തൻ്റെ ഏട്ടൻ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താനായി. എന്നാൽ വൈഷുവിൻ്റെ അതേ അവസ്ഥ തന്നെയായിരുന്നു അപ്പോൾ പ്രണവിനും. ബദ്രി രുദ്രയ്ക്ക് നേരെ ചീറിക്കൊണ്ട് പറഞ്ഞു, ആരോട് ചോദിച്ചിട്ടാടി പൊന്ന മോളെ ഇവർക്കൊപ്പം ഇങ്ങോട്ട് കെട്ടിയൊരുങ്ങി വന്നത്? ഏട്ടാ, അമ്മയാ പറഞ്ഞേ പോയിട്ട് വരാൻ, ഏട്ടത്തിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ. നീ മിണ്ടരുത്, നിനക്കുള്ളത് വീട്ടിൽ വന്നിട്ട് തരാം ഞാൻ. നിനക്കൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കണമെങ്കിൽ അത് വീട്ടിലായിക്കൂടെ, ഇവിടെ തന്നെ വന്ന് ആഘോഷിക്കണമെന്നുണ്ടോ? അതെ, അവളുടെ പിറന്നാൾ എവിടെ എങ്ങനെ ആഘോഷിക്കണമെന്ന് തീരുമാനിക്കുന്നത് നീയല്ല, അവളാണ്, അത് ഓർമ്മ വേണം. പിന്നെ താനായി തന്നെ ലൈഫിൽ നിന്നും ഏറിയാൽ 6 മാസത്തിനുള്ളിൽ ഒഴിവാക്കാൻ പോകുന്ന അവൾ എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഇനി തനിക്ക്. ഋഷി ബദ്രിയെ നോക്കി പറഞ്ഞു. അല്ല, നിങ്ങളൊരു കാര്യം മറന്നതാണോ അതോ മറന്നതായി നടിക്കുന്നതാണോ? ഇവളിപ്പോഴും നിയമപരമായി എൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ആരെക്കാളും ഇവളിൽ എനിക്ക് അവകാശമുണ്ട്. അപ്പം എൻ്റെ ഭാര്യ എവിടെ പോകണം വേണ്ടെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. നിയമപരമായി തൻ്റെ ഭാര്യ എന്നത് തനിക്കും തൻ്റെ വീട്ടുകാർക്കും ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന കാര്യം. മറിച്ച് ഇവളാണ് തൻ്റെ ഭാര്യ എന്ന് പബ്ലിക്കായി ഏതെങ്കിലും വേദിയിൽ വെച്ച് താൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ടിപ്പോൾ വന്നിരിക്കുക ഭാര്യ എന്ന അവകാശം പറഞ്ഞുകൊണ്ട്. എന്തിന്? ആരെ കാണിക്കാൻ? എനിക്കാരെയും ബോധിപ്പിക്കാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ബദ്രി ചെയ്യുകയുമില്ല. ഇവൾ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന കാലം അത്രയും നിയമപരമായി അവൾ എൻ്റെ ഭാര്യ തന്നെയാണ്. ആ ബന്ധം എന്ന് അവസാനിക്കുന്നു അന്ന് വേണമെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇവളെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, ഞാൻ തടയില്ല. പക്ഷേ എനിക്കൊപ്പം വീട്ടിൽ താമസിക്കുന്ന അത്രയും നാൾ ഞാൻ പറയും പോലെ വേണം താമസിക്കാൻ. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇവളെ വിട്ട് എൻ്റെ പേരിന് കോട്ടം വരാൻ ഞാൻ സമ്മതിക്കില്ല. അത്രയും ദേഷ്യത്തോടെ പറഞ്ഞ ശേഷം രുദ്രയും കൊണ്ട് പോകുമ്പോൾ അവർക്ക് പിന്നാലെ വൈഷുവും ചെന്നിരുന്നു. രുദ്രയും കൊണ്ട് ബദ്രി വരുമ്പോൾ പ്രണവ് അവൻ്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, ബദ്രി, നീ എന്താ ഈ ചെയ്യുന്നത് ശരിയല്ല. അവർ അവളുടെ പിറന്നാൾ ആഘോഷിക്കാൻ കൊണ്ടുവന്നതല്ലേ, അത് കഴിയുന്നത് വരെയെങ്കിലും രുദ്ര അവിടെ നിന്നോട്ടെ. ആടാ, ഞാൻ ഇവിടെ അവിടെ നിർത്തി മറ്റവന് കെട്ടിച്ചുകൂടെ കൊടുത്തിട്ട് വരടാ പൊന്ന മോനെ. നിനക്കെന്താടാ ഭ്രാന്ത് പിടിച്ചോ? വല്ലതും ഉണ്ടെങ്കിൽ മനുഷ്യന് മനസ്സിലാവുന്ന രീതിക്ക് തെളിയിച്ചു പറയാൻ നോക്ക്. അതേടാ, എനിക്ക് ഭ്രാന്താ. എല്ലാവരും കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. നിനക്ക് ശരിക്കും ഭ്രാന്താടാ. നീ വീട്ടിലോട്ട് വാടാ പൊന്ന മോനെ, എനിക്ക് ഭ്രാന്തുണ്ടോ ഇല്ലയോന്ന് അവിടെ ചെന്നിട്ട് നിനക്ക് മനസ്സിലാക്കി തരാം. അത്രയും പറഞ്ഞ് പ്രണവിൻ്റെ കാലിൽ ഒറ്റ ചവിട്ടായിരുന്നു. അയ്യോ അമ്മേ, ഈ കാലിന് കൊന്നേ. പ്രണവ് വലിയ വായിൽ വിളിച്ചതും രുദ്രയും വൈഷുവും അത് കണ്ട് ചിരിച്ചു. രുദ്ര ചിരിക്കുന്നത് കണ്ടതും ബദ്രി അവളെ കൂർപ്പിച്ച് നോക്കി. ബദ്രിയെ കൂർപ്പിച്ചുള്ള നോട്ടം കണ്ടതും രുദ്രയുടെ ചിരി സ്വിച്ചിട്ടതുപോലെ നിന്നു. എന്നാൽ ആ നിമിഷം തന്നെ അവളെയും പിടിച്ചുകൊണ്ടവൻ പുറത്തേക്ക് പോയതും വൈഷു പ്രണവിൻ്റെ അടുത്തേക്ക് വന്നു നിന്നുകൊണ്ട് പറഞ്ഞു, വല്ല ആവശ്യം ഉണ്ടായിരുന്നു പ്രണവേട്ട നിങ്ങൾക്ക്? എന്തായാലും ഇന്ന് നേരത്തെ തന്നെ വരണം കേട്ടോ അങ്ങോട്ടേക്ക്. കിട്ടാനുള്ളത് വെച്ച് താമസിപ്പിക്കാതെ തന്നെ മേടിച്ചോ. ആടി, എനിക്ക് കിട്ടുന്ന ഞാൻ മേടിച്ചോളാം. തൽക്കാലം നിനക്ക് അവൻ തരാൻ പോകുന്നത് ചൂടോടെ വാങ്ങാൻ നോക്ക്. പൊട്ടി, നിങ്ങൾ വാ, വൈകുന്നേരം അങ്ങോട്ടേക്ക് ശരിയാക്കി തരാം ഞാൻ. അത്രയും പറഞ്ഞ് ബദ്രിയും രുദ്രയും പോയ വഴി അവളും ഓടിച്ചെന്നു. കാറിൻ്റെ അടുത്ത് ചെന്നതും രുദ്രയുടെ കൈവിട്ട് ബദ്രി അവളെ നോക്കി. ആ നിമിഷം രുദ്രയും അവനെ തന്നെ നോക്കി നിന്നു. ഇനി ആരുടെ വാൾ നോക്കി നിൽക്കുവാടി, വന്ന് വണ്ടിയിൽ കയറാൻ പ്രത്യേകം പറയണോ ഞാൻ? വേണ്ട, എന്നാ കയറ്. രുദ്ര പിന്നെ ഒന്നും ആലോചിക്കാതെ പെൻസീറ്റിൽ കയറാൻ ആഞ്ഞതും അതിനു മുന്നേ വൈഷു വന്ന് നുഴഞ്ഞു കയറിയതും രുദ്രയും അവൾക്കൊപ്പം കയറിയിരുന്നു. ബദ്രി വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ രുദ്രയും വൈഷുവും മുഖത്തോട് മുഖം നോക്കി ഒന്ന് ചിരിച്ചു. പിന്നെ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. വൈഷുവിടയ്ക്ക് ബദ്രിയെ ഒന്ന് നോക്കുമ്പോൾ കണ്ടു മുന്നിലെ ഗ്ലാസ്സിലൂടെ രുദ്രയെ തന്നെ നോക്കുന്ന തൻ്റെ ബദ്രിയേട്ടനെ. വൈഷു രുദ്രയെ നോക്കുമ്പോൾ അവൾ പുറത്തെ കാഴ്ചകൾ നോക്കിയിരിക്കുവാണ്. ഏട്ടത്തി സൈഡ് സീറ്റിൽ ഇരുന്നിട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് വോമിറ്റിംഗ് ചെയ്യാൻ തോന്നുക. ഏട്ടത്തി ഈ സൈഡൊന്ന് ഇരിക്കാമോ പ്ലീസ്? രുദ്ര അവളെ ഒന്ന് നോക്കിയ ശേഷം ബദ്രിയുടെ നേരെ പിറകിൽ വൈഷു ഇരുന്നിടത്തേക്ക് നീങ്ങിയിരിക്കുമ്പോൾ വൈഷു രുദ്ര ഇരുന്നിടത്തേക്ക് ഇരുന്നു. അത് കണ്ട ബദ്രി ദേഷ്യത്തിൽ കാർ വായിച്ചു. ഏട്ട പതുക്കെ. എനിക്കറിയാം പതുക്കെ വേണോ അതോ സ്പീഡിൽ വേണോ എന്ന്. അത്രയും പറഞ്ഞ് വീണ്ടും ഒന്നുകൂടെ കാർ മുന്നിലേക്ക് സ്പീഡിലെടുത്തതും തന്നെ പിന്നെ ഒന്നും തന്നെ വൈഷു പറയാൻ പോയില്ല.
ഋഷി വന്ന് വിശാലിൻ്റെ തോളിൽ കരങ്ങൾ പതിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ കാരണം വിശാലിൻ്റെ ഒരു ദിവസം തന്നെ പോയല്ലേ. സോറി വിശാൽ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ഋഷി എന്നോട് സോറി പറയാൻ വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ. എല്ലാം ചെയ്തത് അവനല്ലേ, ആ ബദ്രി. മനഃപൂർവ്വം നമ്മളെയെല്ലാം ഇൻസൾട്ട് ചെയ്യണമെന്ന് കരുതി തന്നെ ചെയ്തതാ. അതിനൊക്കെ അറിയാം വിശാൽ. അവൻ പറഞ്ഞപ്പോൾ തിരിച്ചു പറയാൻ അറിയാഞ്ഞിട്ടല്ല. രുദ്ര, അവളിപ്പോൾ നിൽക്കുന്നത് അവൻ്റെ വീട്ടിലാ. പിന്നെ നമ്മൾ അവനെ പറ്റി എന്ത് പറഞ്ഞാലും തന്നെ അവളും ഉൾക്കൊള്ളില്ല. അതാ ഒന്നും മിണ്ടാതെ നിന്നത്. രുദ്രയെ തിരികെ നമുക്ക് തന്നെ കിട്ടുന്ന ദിവസം ഋഷി ആരാണെന്ന് അവൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഋഷി ആരെന്ന് മാത്രമല്ല, ഈ വിശാൽ ആരെന്ന് കൂടെ അവൻ അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. അത്രയും പറഞ്ഞ് അവിടെ ഇരുന്ന ഫ്ലവർ അവൻ കൈകൊണ്ട് ദേഷ്യത്തിൽ ഞെരിച്ചമർത്തി. വിജയലക്ഷ്മി വിളിച്ചു പറഞ്ഞതും തന്നെ എതിരൊന്നും പറയാതെ പ്രിയങ്ക വിജിത്തിനൊപ്പം ഷോപ്പിങ്ങിന് പോകാമെന്ന് സമ്മതിച്ചു. തൻ്റെ ഉള്ളിലെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടും തന്നെ മനസ്സിലാകാതെ പോകുന്ന വിജിത്തിനെ ഓർത്ത് അവൾക്കൊരുപാട് സങ്കടം തോന്നി. വിജിത്തിൽ നിന്നും പരമാവധി അകന്നു നിൽക്കാൻ നോക്കുമ്പോൾ എല്ലാം ദൈവമായി തന്നെ അവനെ തനിക്ക് മുൻപിൽ നിർത്തി പരീക്ഷിക്കുന്നതോർത്ത് വീണ്ടും വീണ്ടും സങ്കടം തോന്നി അവൾക്ക്. വിജിത്തിനെ വിളിച്ച് ഷോപ്പിംഗ് കോംപ്ലക്സിന് മുൻപിൽ ഞാൻ ഉണ്ടാവും, അവിടെ വന്നാൽ മതിയെന്ന് പ്രിയങ്ക പറഞ്ഞു. കാരണം ഒരുമിച്ചുള്ള യാത്ര ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു പ്രിയങ്ക അത് പറഞ്ഞത്. അവൾക്ക് നന്നായി അറിയാം വിജിത്തിനെ കാണുമ്പോൾ അവളുടെ മനസ്സ് കൈവിട്ട് പോകുമെന്ന്. പ്രിയങ്ക വന്ന് കുറച്ച് കഴിഞ്ഞതും തന്നെ വിജിത്തും അവിടെ എത്തിയിരുന്നു. അവൻ കാറ് പാർക്ക് ചെയ്ത് മുന്നിലേക്ക് വരുമ്പോൾ അവിടെ തന്നെ പ്രിയങ്ക നിൽപ്പുണ്ടായിരുന്നു. വന്നിട്ട് ഒരുപാട് നേരമായോ താൻ? ഇല്ല, കുറച്ചു നേരം ആയതേ ഉള്ളൂ, വിജിത്തിനെ നോക്കി സൗമ്യമായി പറഞ്ഞു. എന്നാൽ പിന്നെ അകത്തേക്ക് പോകാൻ നമുക്ക്. എനിക്ക് പോയിട്ട് വേറെയും കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. അതിനവളൊന്ന് മൂളിയ ശേഷം അവൻ്റെ പിന്നാലെ ചെന്നു. പ്രിയങ്ക ഓരോ ഡ്രസ്സും എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചപ്പുറത്തായി ഫോണിൽ നോക്കി നിൽക്കുന്ന വിജിത്തിനെയും ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. തന്നെ ഒന്ന് നോക്കുകയോ കൂടെ അടുത്ത് വന്ന് നിൽക്കുകയോ ചെയ്യാതെ കുറച്ച് മാറി നിന്ന് ഫോണിൽ തന്നെ നോക്കി നിൽക്കുന്ന വിജിത്തിനെ കണ്ടതും അവൾക്ക് സങ്കടം തോന്നി. എന്നാൽ അത് പുറത്ത് കാണിക്കാതെ അവൾ വന്ന് ജോലിയിലേക്ക് കടന്നു. അവസാനം അവൾക്ക് ഇഷ്ടപ്പെട്ട ബ്ലൂവും ഗോൾഡനും മിക്സ് ചെയ്ത് വരുന്ന സിമ്പിൾ ചുരിദാർ തന്നെ എടുത്തു. രുദ്രയുടെ ഇഷ്ടം എന്തെന്നായി നന്നായി അറിയാവുന്നത് കൊണ്ട് പ്രിയങ്ക അത് തന്നെ എടുത്തത്. വിജി, പ്രിയങ്ക അവനെ വിളിച്ചു. അവൻ ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടിട്ട് അവൾക്കടുത്തേക്ക് വന്നു. കഴിഞ്ഞു? വിജിത്ത് അവളെ നോക്കി ചോദിച്ചു. ഇതെങ്ങനെയുണ്ട് വിജി? ഇത് മതിയല്ലോ രുദ്രയ്ക്ക്? മുന്നിലിട്ടിരിക്കുന്ന ബ്ലൂവും ഗോൾഡൻ മിക്സായി വരുന്ന ചുരിദാറിലേക്ക് ചൂണ്ടിക്കൊണ്ട് പ്രിയങ്ക പറഞ്ഞു. കൊള്ളാം, നന്നായിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടെ മോഡലായിട്ടുള്ളത് എടുക്കായിരുന്നില്ലേ? അവൾക്ക് സിമ്പിളായിട്ടുള്ള ഡ്രസ്സിങ് ആണ് ഇഷ്ടം. അതെടുത്താൽ തന്നെ അവൾ അതൊന്നും ഇടത്തില്ല. അതാ ഞാൻ ഇതെടുത്തേ. എന്നാൽ പിന്നെ പാക്ക് ചെയ്യാൻ പറഞ്ഞോളൂ. ഇനി എന്തായാലും ഉണ്ടെങ്കിൽ തൻ്റെ ഇഷ്ടത്തിനെടുത്തിട്ട് പറഞ്ഞാൽ മതി, ഞാൻ അവിടെ ഉണ്ടാവും. അത്രയും പറഞ്ഞ് വിജിത്ത് പോകുമ്പോൾ വിജയലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ ബാക്കി എന്തൊക്കെ വേണമായിരുന്നു അതെല്ലാം അവൾ വാങ്ങിയ ശേഷമാണ് വിജിത്തിനെ വിളിച്ചത്. എല്ലാത്തിൻ്റെയും ബില്ലടച്ച് പുറത്തു വരുമ്പോൾ വാങ്ങിയ സാധനങ്ങൾ വിജിത്തിനൊപ്പം അവളും കാറിൽ വയ്ക്കാൻ സഹായിച്ചു. സാധനങ്ങളെല്ലാം കാറിൽ വെച്ച ശേഷം വിജിത്ത് പ്രിയങ്കയെ നോക്കി പറഞ്ഞു. അപ്പോൾ ഈവനിങ് വരുമല്ലോ, നീയും പ്രണവേട്ടനും കൂടെ? വരും, ആൻറ്റി വിളിച്ചിരുന്നു. എന്നാൽ ശരി, വൈകുന്നേരം കാണാം. ഞാൻ പറഞ്ഞല്ലോ പോയിട്ട് വേറെയും ആവശ്യങ്ങളുണ്ട്. അത്രയും പറഞ്ഞ് അവളെ ഒന്ന് നോക്കിയ ശേഷം കാറുമായി പോകുന്ന വിജിത്തിനെ തന്നെ അല്പനേരം നോക്കി നിന്ന ശേഷം അവളും അവിടെ നിന്ന് വീട്ടിലേക്ക് പോയിരുന്നു. വീടെത്തിയിട്ടും കാറിൽ നിന്നും ഇറങ്ങാതിരിക്കുന്ന വൈഷുവിനെയും രുദ്രയെയും തറപ്പിച്ച് നോക്കിക്കൊണ്ട് ബദ്രി പറഞ്ഞു. ഇനി നിന്നെയൊക്കെ രണ്ടിനെയും ഞാൻ വന്ന് വലിച്ചിറക്കണോ? വേണ്ട, ഞങ്ങൾക്ക് ഇറങ്ങാനറിയാം. ഏട്ടൻ ബുദ്ധിമുട്ടണ്ട. എങ്കിൽ പിന്നെ വേഗം ഇറങ്ങും രണ്ടും. രുദ്രയും വൈഷുവും കാറിൽ നിന്ന് ഇറങ്ങിയിട്ടും ബദ്രി ഇറങ്ങാതിരിക്കുന്നത് കണ്ടതും വൈഷു ചോദിച്ചു. ഏട്ടൻ ഇറങ്ങുന്നില്ലേ? ഇല്ല, എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് കയറുന്നില്ല വീട്ടിലേക്ക് എന്ന് കരുതി ഞാനില്ലെന്നുള്ള തക്കത്തിൽ രണ്ടും കൂടെ നേരത്തെ പോലെ എവിടെയെങ്കിലും പോയെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ പറച്ചിൽ കാണില്ല. ഇന്നലെ ചെറിയമ്മയ്ക്ക് ഞാൻ കൊടുത്ത സമ്മാനം ഓർമ്മയുണ്ടല്ലോ രണ്ടാൾക്കും? ഓർമ്മയുണ്ടേ, വൈഷു വാപ്പത്തിക്കൊണ്ട് പറഞ്ഞു. ഓർമ്മയുള്ളത് നല്ലതാ, കാരണം അതുപോലെ കിട്ടേണ്ടെങ്കിൽ മര്യാദക്ക് നിന്നോണം. ഇവിടെ തന്നെ നിൽക്കാതെ വീടിനകത്തേക്ക് കയറിയിരിക്കുന്നതിൽ കുഴപ്പമുണ്ടോ ഏട്ടാ? നീ എൻ്റേത് തല്ലുകൊള്ളാൻ സമയമായി വരുന്നുണ്ട് വൈഷുമോളെ. അതിനവളൊന്ന് ചിരിച്ചു. നിന്ന് ചിരിക്കാതെ അവളെയും കൊണ്ട് പോടി അകത്തേക്ക്. പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ രുദ്രയെയും കൂട്ടി പോകുമ്പോൾ രുദ്ര അവനെ തന്നെ തിരിഞ്ഞു നോക്കി. തന്നെ നോക്കിയിരിക്കുന്ന ബദ്രിയെ അവൾ അതിശയിച്ചു നോക്കിയതും അവളിലെ നോട്ടം മാറ്റി കാറുമായി വേഗം അവിടെ നിന്നും ബദ്രി പോയിരുന്നു.